വിശേഷം എല്ലാവർക്കും. ഞാനുണ്ടല്ലോ, അതെ, എല്ലാരും പറയുവേ ഈ തേങ്ങ ഉണ്ടല്ലോ അങ്ങനെ പൂളിയെടുക്കാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചാ പൂളാൻ കിട്ടില്ല എന്ന് പറയും അല്ലേ. തേങ്ങ പൂളിയെടുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് പൂളിയെടുക്കാൻ സുഖം ഫ്രിഡ്ജിൽ വെച്ചാലാണ് അല്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടാ. എനിക്കിപ്പോ ഇച്ചിരി തേങ്ങ വേണേ, തേങ്ങ കൊത്തു വേണം. അപ്പൊ അതിനു വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത്, കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ പുളി എടുക്കാൻ കിട്ടില്ല എന്ന്. സത്യം പറഞ്ഞ ചൂടാക്കിയിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, സത്യം പറഞ്ഞ തേങ്ങ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പുളി എടുക്കാൻ കിട്ടില്ല കേട്ടോ, ഒറ്റയായിട്ട് പുളി എടുക്കാൻ കിട്ടില്ല. പക്ഷെ നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ പുളി എടുക്കാൻ ഏറ്റവും സുഖം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തേങ്ങയാണ് കേട്ടാ. നമ്മ ഇതിങ്ങനെ ഒന്ന് വരയണം ഇടയിൽ കൂടെ കേട്ടാ. ഇങ്ങനെ ആക്കിയിട്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കിട്ടുന്നില്ലേ. മനസ്സിലാട്ടാ, ഇങ്ങനെ ഇങ്ങനെ പുളി എടുക്കാനാണ് സുഖം കേട്ടാ. ഇത് ചിരട്ട പൊട്ടിപ്പോയി, അതാണ് പ്രശ്നം. ഇതേണ്ടോ, നോക്ക്, ഇങ്ങനെ പുളി എടുക്കാൻ കിട്ടില്ലേ, സുഖമായിട്ട് പുളി എടുക്കാൻ കിട്ടും. നോക്ക്, ഇതാ കൊറേ ഞാൻ കണ്ടേ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ച പുളി, ഫ്രിഡ്ജിൽ വെച്ചത് ഇങ്ങനെ ഉറയല്ലേ, എണ്ണയൊക്കെ ഉറഞ്ഞിരുന്നിട്ട് അപ്പോഴാണ് ഇത് പുളി എടുക്കാൻ സുഖം. ഒറ്റയായിട്ട് ഇങ്ങനെ പുളി എടുക്കാൻ കിട്ടില്ല. പക്ഷെ നമുക്ക് ഒറ്റയായിട്ട് വേണ്ടല്ലോ, മുറിച്ചിട്ട് ഉപയോഗിക്കാനല്ലേ തേങ്ങ പുളി എടുക്കണേ നമ്മള്. അപ്പൊ എനിക്ക് ഇച്ചിരി വേണേ. അപ്പോ ഇതാ സംഗതി സിമ്പിൾ ടിപ്പായിരിക്കും. പക്ഷെ കുറെ പേര് തേങ്ങ പൂളി എടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ പൂളി എടുക്കാൻ ചുരണ്ടാൻ പാടാണ്. ചുരണ്ടിയാ കിട്ടില്ല, എന്താ വെച്ച് തണുത്തിങ്ങനെ കട്ടി പിടിച്ചിരുന്നിട്ട്. അപ്പോ എനിക്ക് ഇച്ചിരി തേങ്ങ പൂളിന്റെ ആവശ്യമുണ്ടേ. അപ്പൊ എന്തിനാണെന്നറിയോ, ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ, ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട്